ആപ്കി അദാലത്തിൽ മ്യൂസിക് ഡയറക്ടർ ബപ്പി ലഹരിക്കെതിരായ കുറ്റാരോപണം ഇദ്ദേഹം ഗിമിക്സ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ബപ്പി സാർ, ജനങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ താങ്കൾ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡ്രാമയും ചെയ്യുന്നുണ്ടെന്ന്. താങ്കളുടെ ഈ സ്റ്റൈലും കണ്ണാടിയും അതുപോലെ മുടിയും. ഇല്ല, ഇത് നല്ല കാര്യം തന്നെയല്ലേ. അതായത് നോക്കുകയാണെങ്കിൽ വേൾഡിൽ ബീറ്റിൽസ് അവർക്ക് അവരുടെ സ്റ്റൈൽ ഉണ്ടായിരുന്നു. എൽവി പ്രസ്ലേക്ക് ഒരു തനി സ്റ്റൈൽ ഉണ്ടായിരുന്നു. മൈക്കിൾ ജാക്സൺ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട സിംഗറായ അതായത് റിക്കി മാർട്ടിൻ, അദ്ദേഹത്തിന് സ്റ്റൈൽ ഉണ്ടായിരുന്നു. സോ ഞാൻ ചെറുപ്പം തൊട്ടേ എൽവി പ്രസ്ലിയുടെ ഫോളോവർ ആയിരുന്നു. എനിക്ക് ചെറുപ്പം തൊട്ടേ ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഞാനൊരു സിംഗറല്ല, ഞാനൊരു കമ്പോസറാണ്. ഐ എം എ സിംഗർ, ഐ എം എ കമ്പോസർ. സോ ഇതിൽ രണ്ടിലും നല്ല പേര് വന്നാൽ എനിക്കായിട്ട് ഒരു ഇമേജ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ എന്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്തത്. ദിസ് ഈസ് ബപ്പി ലഹരി, ദാറ്റ്സ് എ ഗോൾഡൻ മാൻ. 4-5 കിലോ സ്വർണം ധരിക്കുന്ന ഇമേജ്. ഗോൾഡ് മാൻ എന്ന് പറയാം. സ്വർണം എനിക്ക് വളരെ ലക്കിയാണ്. ഒരു വലിയ ആർട്ടിസ്റ്റ്, അദ്ദേഹം ഇപ്പോൾ ഭൂമിയിലില്ല, രാജ്കുമാർ സാർ. അദ്ദേഹത്തെ താങ്കൾ കാണാൻ പോയപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ ഇത്, കയ്യിൽ മുഴുവൻ മോതിരമാണല്ലോ, ഇത്രയും സ്വർണം ധരിച്ചിരിക്കുന്നു, ഞാൻ ഷേക്ക് ഹാൻഡ് കൊടുക്കില്ല കാരണം ഒരു സ്ത്രീയെ പോലെ ഉണ്ടെന്ന്. അത് സത്യമാണ്. അദ്ദേഹത്തിന് അങ്ങനെ തോന്നി. കഴുത്തിൽ ഇത്രയും മാലകൾ ഇട്ടതുകൊണ്ട് അദ്ദേഹത്തിന് മേ ബി ഒരു പെണ്ണായി തോന്നിക്കാണാം. ഇപ്പോ ഞാൻ ഇതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പോ ഏകദേശം 1 വർഷം മുമ്പ് ഞാൻ ലണ്ടനിലായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ കോട്ട് ധരിച്ചിരുന്നു. എന്റെ സ്വർണ്ണമാലകളൊക്കെ കോട്ടിനകത്താ മറഞ്ഞിരുന്നത്. അപ്പൊ ചില ആളുകൾ എന്നോട് ഒന്ന് ചോദിച്ചു, ആർ യു ബപ്പി ലഹരി? ഞാൻ ചോദിച്ചു, എന്നെ കണ്ടിട്ട് ബപ്പി ലഹരിയെ പോലെ ഇല്ലേ എന്ന്. അല്ല, കണ്ടിട്ട് അതുപോലെ തന്നെയുണ്ട്, പക്ഷെ നിങ്ങളുടെ സ്വർണ്ണ ചെയിനുകളൊക്കെ എവിടെയെന്ന്. ഇവിടെ നല്ല തണുപ്പാണ്, അതാ അകത്തോട്ടെടുത്ത് ഇട്ടെന്ന്. യു വാണ്ട് ടു സീ? കണ്ടോളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ബപ്പി ലഹരിയാണെന്ന് പറഞ്ഞു. ഇതൊരു ട്രേഡ് മാർക്കായി മാറി. വേറെ ഒന്നുമില്ല, ബപ്പി ലഹരിയെ കണ്ട ഗോൾഡ് കണ്ട പോലെ ഇരിക്കണം. ഇത് സത്യമാണോ? താങ്കളുടെ ഗോൾഡ് ലോക്കറ്റ് ഒരിക്കൽ മൈക്കിൾ ജാക്സൺ ചോദിച്ചെന്ന്? യെസ്, ഓഫ് കോഴ്സ്. ബോംബെയിലേക്ക് ഒരു പ്രാവശ്യമേ വന്നിരുന്നുള്ളൂ. ഞാൻ അദ്ദേഹത്തെ കാണാനായി പോയിരുന്നു. ഇത് എൻ്റെ ഗണപതിയുടെ ലോക്കറ്റാണ്. ഇത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. സോ അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ ആലോചിച്ചു, ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു പ്രോഗ്രാമിൽ എൻ്റെ ചെയിൻ അഴിച്ച് ഞാൻ അങ്ങനെ കൊടുത്തു കളഞ്ഞു. സുനാമിക്ക് വേണ്ടി ഒരു ഗോൾഡ് ചെയിൻ എടുത്ത് ഞാൻ കൊടുത്തു. പക്ഷേ ഇത് ഞാൻ കൊടുത്തില്ല, കാരണം ഗണപതി എനിക്ക് വളരെ ലക്കിയാ. അതുകൊണ്ട് ഞാൻ, മൈക്കിൾ ജാക്സൺ ഈസ് എ ബിഗ് സ്റ്റാർ, അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു, ഫാന്റാസ്റ്റിക് എന്ന് പറഞ്ഞു. ഞാൻ എന്ത് വിചാരിച്ചെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എല്ലാം ഉണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ ഈ ദൈവം മാത്രമേ ഉള്ളൂ. ദൈവത്തെ ഞാൻ എങ്ങനെ കൊടുക്കും? ബപ്പി സാർ, താങ്കൾ തുടക്കം മുതലേ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ലോകത്തിലെ വലിയ വലിയ സ്റ്റാറുകളെ, അതായത് ബോയ് ജോർജസിനെ പോലുള്ള ആൾക്കാരെ. ബോയ് ജോർജിയസ്, അതിനു മുൻപ് വന്നത് സമന്ത ഫോക്സ്, റോക്ക് ഡാൻസർ പടത്തിൽ. അതിലും ഒരു ഡബിൾ മീനിങ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാവില്ലല്ലേ? You are my chicken fry, you are my fish fry, kabhi na kehna mundiye bye bye bye. അതിൽ മറ്റൊരു പാട്ട് കൂടി ഉണ്ടായിരുന്നു, Traffic jam. ആ പാട്ട് വളരെ നന്നായിരുന്നു. സോ അതിൽ സമന്ത ഫോക്സ് വന്നിരുന്നു. ഫസ്റ്റ് ടൈം ഞാൻ ലണ്ടൻ പോപ്പ് സ്റ്റാറെ വിളിച്ചുകൊണ്ട് വന്നിരുന്നു. അതിനുശേഷം ബോയ് ജോർജ്. പിന്നെ എന്റെ വരാനിരിക്കുന്ന പടം ദീവാന ഹോമേ തരാമേ, ബോയ് ജോർജ്, അപ്പാച്ചി ഇന്ത്യൻ, രണ്ടുപേരും വരുന്നു. താങ്കൾ ഇത്രയ്ക്ക് വലിയ സ്റ്റാറുകളെയൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്നു, പക്ഷേ ഇന്ത്യയിലുള്ള പുതിയ സിംഗേഴ്സിനെ താങ്കൾ പ്രൊമോട്ടും ചെയ്തില്ല, ഒരു വിധത്തിലുള്ള സഹായവും ചെയ്തില്ലല്ലോ. ഞാൻ ഒരു കമ്പോസർ, ലതാജി, ആശാജി, ഇവരോടൊക്കെ ചേർന്ന് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. റഫി സാബ്, കിഷോർ കുമാർ ജി, അദ്ദേഹത്തിന്റെ അവസാനത്തെ പാട്ട് പാടി, ലാസ്റ്റ് സോങ് ഓഫ് ഹിസ് ലൈഫ്, വത്കി ആവാസ് എന്ന് പറഞ്ഞ പടത്തിലെ പാട്ടുപാടി. വൈകുന്നേരം 6 മണിക്ക് അടുത്ത ദിവസം അദ്ദേഹം മരിച്ചുപോയി. ഞാൻ പുതിയ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ട് കാണും, കോയി അഹിന നാച്ചേ നാച്ചേ, ഉഷ ഉദുപ്. ഫസ്റ്റ് ടൈം ഞാൻ അവർക്ക് ഹിന്ദിയിൽ ഒരു ചാൻസ് നൽകി. ഹരേ രാമ ഹരേ കൃഷ്ണയിൽ പഞ്ചംത, ധമ്മരഥം ഇംഗ്ലീഷിലായിരുന്നു. ആലിഷ ചിൻഹായ് ടാർസനിൽ, Tarzan, my Tarzan. ആ പാട്ടിൽ ഞാൻ ആദ്യത്തെ ബ്രേക്ക് നൽകി. സൽമാഹ, ये रात में जो मजा है, मजा ये कुछ नया नया. റുണ ലേല, സൂപ്പർ റുണ ആൽബം ചെയ്തു. അതിനുശേഷം പാർവതി ഖാൻ, ജിമ്മി ജിമ്മി ആജ ആജ, ശരൺ പ്രഭാകർ, हमेली जैसी हंसी. സോ ഇങ്ങനെ വിജയ് ബെനറ്റിക്, ഡിസ്കോ ഡാൻസർ, പാലി പ്രഭാത്. അദ്ദേഹത്തെ ഞാൻ അവസാനം ലണ്ടനിൽ നിന്നും വിളിച്ചുകൊണ്ട് വന്നു.
താങ്കൾ വിറ്റ്നി ഹ്യൂസ്റ്റന്റെ കൂടെ പാട്ട് പാടാനുള്ള പദ്ധതിയൊക്കെ നിങ്ങൾ ഇടുന്നെന്ന് പറഞ്ഞത് കേട്ടു. ശരിയാണ്. വിറ്റ്നി ഹൂസ്റ്റൺ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അവർക്ക് എല്ലാ ട്രാക്സും അയച്ചിട്ടുണ്ട്. 5 ട്രാക്സ് അയച്ചിട്ടുണ്ട്. എൻ്റെ അറിവിൽ ഈ ആഴ്ചക്കുള്ളിൽ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ഒരൊറ്റ പ്രാവശ്യം അവരുമൊത്ത് വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഐ വാണ്ട് ഗ്രാമി അവാർഡ്. അതെൻ്റെ സ്വപ്നമാണ്.